ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറെ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദിനം പ്രതിയുള്ള ദൈവവചന ധ്യാനം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളുമായി തീരട്ടെ. പ്രിയമുള്ളവരെ, നാം കാണത്തക്ക നിലയിൽ, നാം അറിയത്തക്ക നിലയിൽ ഇന്നലകളിലെ പ്രാർത്ഥനയുടെ മറുപടി, ഇന്നലകളിലെ കണ്ണുനീരിൻ്റെ മറുപടി നാം വെളിപ്പെട്ട് അറിയാൻ പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. യേശു കർത്താവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ്. ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. എന്നാൽ ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ സഹോദരിമാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കുരുട്ടിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള ആ കല്ല് ആരുരുട്ടി മാറ്റും. എന്നാൽ കല്ലറയുടെ വാതിൽക്കലേക്ക് അവരെത്തുമ്പോൾ കാണുന്ന കാഴ്ച, 24-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത്, അവരുടെ മുൻപിൽ, കല്ലറയുടെ മുൻപിൽ ഉരുട്ടി വെച്ചതായ കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നതായി കണ്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രാരംഭ സെക്കൻഡുകൾ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ. നമ്മുടെ മുമ്പിൽ വഴിമാറാതെ നിൽക്കുന്ന, പ്രതിസന്ധിയായി നിൽക്കുന്ന, പ്രതികൂലങ്ങളുടെ വെല്ലുവിളികളായി നിൽക്കുന്ന ചില കല്ലുകൾ, ചില പ്രതികൂലങ്ങൾ ഉരുട്ടിക്കളയുന്ന, വഴി മാറ്റിവിടുന്നൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ഇന്നലകളിൽ കേട്ട ഒരു ദൈവശബ്ദം, ഈ മന്ദിരം 3 ദിവസം കൊണ്ട് ഞാൻ പണിയുമെന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ നിവർത്തിയാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 20-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു ഉയർത്തെഴുന്നേറ്റത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവർ അന്നുവരെ അത് അറിഞ്ഞില്ല, അവർ വിശ്വസിച്ചില്ല. കാരണം യേശുവിനെ ക്രൂശിൽ കിടക്കുന്നത് കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. യേശുവിനെ കാണുന്നത് മുറിവേറ്റവനായി, അടിയേൽക്കപ്പെട്ടവനായി, ഉഴവുചാലുപോലെ ശരീരത്തെ കീറി, മുൾക്കിരീടം തലയിൽ ആഞ്ഞു തറച്ച്, അങ്ങനത്തെ ഒരു കാഴ്ച കണ്ട ശിഷ്യന്മാരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നോ ജീവനുണ്ടാകുമെന്നോ ഒരു വിശ്വാസമുണ്ടാകുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ സന്ദേശത്തിൻ്റെ അടിവരയിട്ട സന്ദേശം ഞാൻ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ, അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ചില വിടുതലുകൾ, ചില ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന്, നമ്മുടെ ദൃഷ്ടിയിൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരിക്കാം. നമ്മുടെ ചിന്തകളിൽ പോലും ഒരു പക്ഷെങ്കിൽ ഈ പ്രവചന ശബ്ദം, ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, പാസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തു പോയവരാ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ക്ഷീണിച്ചു പോയവരാ, ഞങ്ങൾ ഇനിയും വിശ്വസിക്കുന്നത് കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും വലിയ കാര്യമുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ചിലർ തളർന്നുപോയ, ക്ഷീണിച്ചു പോയ, മടുത്തുപോയ ചിലരെ നോക്കിയ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കാണത്തക്ക നിലയിൽ, വിശ്വസിക്കത്തക്ക നിലയിൽ ചില വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ പദം പറയുന്നു, ഉടനെ, 31 പറയുന്നു, അവരുടെ കണ്ണു തുറന്നു. യെസ്, കണ്ണു തുറന്ന് നാം കാണാൻ പോവുക ചില വിടുതലുകൾ.
ആരൊക്കെയോ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, തലമുറയെ നോക്കി, നമ്മുടെ ആത്മീക ഭൗതിക വിഷയങ്ങളെ നോക്കി ആരൊക്കെയോ വിലയിരുത്തിയ, ആരൊക്കെയോ പറഞ്ഞു ഒതുക്കി വെച്ച ചില മേഖലകളെ കണ്ണു തുറന്ന് കാണാൻ പോകുക ദൈവം ചെയ്യുന്ന ചില വിടുതലുകൾ. സ്തോത്രം. ദൈവം ചെയ്യുന്ന വിടുതലുകൾ മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല. ഇവിടെ വായിക്കുന്നതും അതാണ്. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അതേ വചനം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഉടനെ കണ്ണു തുറന്ന് ചിലത് കാണാൻ പോവുക. രക്തതാൽക്ഷയം. ഉടനെ കണ്ണു തുറന്ന് ചില വിടുതലുകൾ, പ്രത്യക്ഷമായ ചില വിടുതലുകൾ അനുഭവിക്കാൻ പോകുകയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള, വർഷങ്ങളായി മറുപടി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ, വർഷങ്ങളായി ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സ്തോത്രം വിഷയത്തിൻ്റെ മേൽ പ്രത്യക്ഷമായ ചില വിടുതലുകൾ, പ്രത്യക്ഷമായ ചില മറുപടികൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രം ഈ വചനം പറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ. അത് സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന, വിശ്വസിക്കുന്ന ചിലർക്കു വേണ്ടി ആ വചനം വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പറയുന്ന ഞാൻ മാറിപ്പോയേക്കാം, ഈ പറയുന്ന എൻ്റെ വാക്കുകൾ മാറിപ്പോയേക്കാം, എന്നാൽ വചനത്തിനൊരു മാറ്റവും വരത്തില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അടുത്ത പദം പറയുന്നത് അവർ അവനെ അറിഞ്ഞു. അതേ, കണ്ണു തുറന്ന് താങ്കൾ പ്രാപിക്കുന്ന വിടുതലുകൾ അറിയാൻ പോകുകയാണ്. രക്തതാൽക്ഷയം. ഇത് ഈ പദം പറയുമ്പോഴും ചിലരുടെ ഹൃദയത്തിൽ ഓടിയെത്തുന്ന ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഞാൻ കണ്ട വീഴ്ച, ഞാൻ കണ്ട തകർച്ച, ഞാൻ കണ്ട പ്രതിസന്ധി, എത്ര പ്രവചനം കേട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും മടങ്ങി വരുന്നതല്ല. പക്ഷേ ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിക്ക്. കണ്ണു തുറന്ന് കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അറിയാൻ പോവുക. പ്രിയപ്പെട്ടവരെ, അറിയാൻ പോവുക. എന്താ? താങ്കളുടെ ഉയർപ്പ്, താങ്കളുടെ വിടുതൽ, താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിളിനകത്തുനിന്ന് പുറത്തു വരുന്നത് ചിലർ ആശ്ചര്യപ്പെടുന്നത് പോലെ, അത്ഭുതപ്പെടുന്നത് പോലെ ചില വിടുതലുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, അത് എൻ്റെ ജീവിതത്തിൽ ആ വിടുതൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. കാണത്തക്ക നിലയിൽ ചില വിടുതലുകൾ ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ കണ്ണുകൾ കാണത്തക്ക നിലയിൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കത്തക്ക നിലയിൽ ചില വിടുതലുകൾ നാം കാണും. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.